Hi friends, welcome to our YouTube channel English Raindrops. Today we are going to take a lesson of Standard 5 Kerala State Syllabus English class. Okay, Standard 5 Kerala State Syllabus English. ഇന്ന് നമ്മൾ കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 5ാം തരം ഇംഗ്ലീഷാണ് എടുക്കാൻ പോകുന്നത്. All of you please look at the lesson. Okay, unit The Mirror. The unit name is The Mirror. The Mirror എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. Look at the cartoon given below. താഴെ കൊടുത്തിരിക്കുന്ന കാർട്ടൂൺ ശ്രദ്ധിക്കുക. Okay. This cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. It was a 50-second long film directed by Lumiere Brothers, January 25, 1896. This cartoon shows the reaction. Reaction എന്ന് പറഞ്ഞാൽ പ്രതികരണം എന്നാണ് അർത്ഥം. പ്രതികരണം. ഈ പിക്ചർ കാണിക്കുന്നത് വ്യൂവേഴ്സിൻ്റെ പ്രതികരണമാണ്. വെൻ ദ ഫസ്റ്റ് എവർ മോഷൻ പിക്ചർ വാസ് ഷോൺ ഇൻ പാരീസ്. പാരീസിൽ ഏറ്റവും ആദ്യത്തെ ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ കണ്ടുനിന്ന വ്യൂവേഴ്സിൻ്റെ പ്രതികരണമാണ് ഇതിൽ കാണുന്നത്. ഇറ്റ് വാസ് എ 50-second ലോങ് ഫിലിം. ഇത് 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഫിലിമായിരുന്നു. ഡയറക്റ്റഡ് ബൈ ലുമിയർ ബ്രദേഴ്സ്. ലുമിയർ ബ്രദേഴ്സാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജാനുവരി 25, 1896 ഇത് സംഭവിച്ചത് അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദ കാർട്ടൂൺ? കാർട്ടൂണിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താണ് കാണുന്നതെന്ന് പറയൂ. ഓക്കെ, ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു അല്ലേ. ദർ ഇസ് എ ട്രെയിൻ ആൻഡ് എ ഫ്യൂ വ്യൂവേഴ്സ് ആർ ദർ ഓൺ ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് അല്ലേ. വാട്ട് ആർ ദ വ്യൂവേഴ്സ് ഡൂയിങ്? വ്യൂവേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ വാച്ച് ചെയ്യാണ്. പിന്നെ അവരെന്ത് ചെയ്യുന്നു? ട്രെയിൻ അടുത്ത് ഇളകിയപ്പോൾ ദേ ആർ റണ്ണിങ് എവേ ഫ്രം ദ പ്ലാറ്റ്ഫോം. വാട്ട് ഡിഡ് ദേ എക്സ്പെക്ട് ടു ഹാപ്പൻ? അവരെന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലേ. ദേ എക്സ്പെക്റ്റഡ് ദാറ്റ് ദ ട്രെയിൻ മൈറ്റ് ഹാവ് റാൻ ഓവർ ദം. അവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുമെന്ന് പേടികൊണ്ടായിരിക്കും അവർ ഓടിക്കളയുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. The island. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. But there was a time when people didn't have any of these. The African folk tale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of the things that we use now. എന്താണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരുപാട് വസ്തുക്കൾ അല്ലേ. മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. വിച്ച് മേക്ക് അവർ ലൈഫ്, നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നു? ഈസി ആൻഡ് കംഫർട്ടബിൾ. ഈ വസ്തുക്കൾ നമ്മുടെ ജീവിതം എന്താണ്? ഈസി, എളുപ്പമായതും ആൻഡ് കംഫർട്ടബിൾ, സുഖപ്രദമായതുമാക്കുന്നു ഈ ഉപകരണങ്ങളൊക്കെ. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് എനി ഓഫ് ദിസ്. പക്ഷേ മറ്റൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല, ഒരു സമയമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വസ്തുക്കളും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദി ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ യു ആർ എബൌട്ട് ടു റീഡ്. നിങ്ങൾ വായിക്കാൻ പോകുന്ന ഈ ആഫ്രിക്കൻ നാടോടി കഥ ഡിസ്ക്രൈബ്സ് എ ഹ്യൂമറസ് ഇൻസിഡൻറ്റ്. ഒരു ഹ്യൂമറസ്, ഫലിതം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം ആണിത് വിവരിക്കുന്നത്. ദാറ്റ് ഹാപ്പൺ അറ്റ് എ ടൈം വെൻ പീപ്പിൾ ഹാഡിൻറ്റ് ഈവൻ ഹേർഡ് ഓഫ് മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി യൂസ് നൗ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അവർ കേട്ടിട്ട് പോലുമില്ല. അക്കാലത്ത് ജനങ്ങൾ കേട്ടിട്ട് പോലില്ലാതിരുന്ന കാലത്ത് നടന്ന ഒരു കഥയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. Long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush, no mirrors either. The only way the islanders came to know about the world outside was through the ships that passed the island. The sailors in the ship threw old worn-out toothbrushes, broken buckets, torn shoes, etc. into the sea. When these things came ashore, the people of the island collected them. Long ago, വളരെ കാലങ്ങൾക്ക് മുമ്പല്ലേ. എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്. എ ഫിഷർമാൻ, ഒരു മീൻപിടുത്തക്കാരൻ, ഫിഷർമാൻ, മത്സ്യ ബന്ധനം നടത്തുന്ന ആളും, പിന്നെ ആൻഡ് ഹിസ് വൈഫ്, ഭാര്യ എന്ത് ചെയ്തു?
ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്, ഒരു ദ്വീപിൽ ജീവിക്കുകയായിരുന്നു അല്ലേ. ഒരു ഐലൻഡിൻ്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഐലൻഡിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 4 ഭാഗത്തും കടലായിരിക്കും അല്ലേ, അതാണ് ഐലൻഡ്. ദി ഐലൻഡ്, ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്, അതൊരു എന്താണ്, ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു അല്ലേ. ദ പീപ്പിൾ ഓഫ് ദി ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ് ദ ലിവ്ഡ് ദർ? ദ ലെഡ് എ ക്വയറ്റ്, ശാന്തമായതും ആൻഡ് സിമ്പിൾ ലൈഫ്, ലാളിത്യമുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ദ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. അവർക്ക് എന്തൊക്കെ ഇല്ലായിരുന്നു? നമുക്കിതൊക്കെ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, നമുക്ക് ഫോണുണ്ട്, ടെലിവിഷൻ ഉണ്ട്, ന്യൂസ് പേപ്പറൊക്കെ നമുക്കുണ്ട്. പക്ഷേ അവർക്ക് ഈ പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. ദേ ഹാഡ് നോ ഹെയർ ബ്രഷ് നോർ മിറേഴ്സ് ഈതർ. അവർക്ക് എന്തില്ലായിരുന്നു? ഹെയർ ബ്രഷ് അല്ലെങ്കിൽ കോം അല്ലേ, ചീർപ്പുണ്ടായിരുന്നില്ല. നോർ മിറേഴ്സ് ഈതർ, കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല അല്ലേ. ദ ഓൺലി വേ ദി ഐലൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ് വാസ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദി ഐലൻഡ്. ഐലൻഡ് കടന്നു പോകുന്ന ഷിപ്സ്, ഐലൻഡിൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്ന ഷിപ്സിൽ നിന്നാണ് പുറം ലോകത്തെ പറ്റി ആരറിഞ്ഞത്? ഈ ഐലൻഡേഴ്സ്, ദ്വീപവാസികൾ അറിഞ്ഞിരുന്നത്. The sailors in the ship threw old worn out toothbrushes, broken buckets, torn shoes, etc. The sailors in the ship, ഷിപ്പിലെ യാത്രക്കാർ അല്ലെങ്കിൽ നാവികർ എന്ത് ചെയ്യായിരുന്നു? ത്രൂ ഓൾഡ് വോൺ ഔട്ട് ടൂത്ത് ബ്രഷസ്. ത്രൂ എറിഞ്ഞു അല്ലേ, എന്തെറിയായിരുന്നു? വോൺ ഔട്ട് ടൂത്ത് ബ്രഷസ്, ഓൾഡ് പഴകിയതും തേഞ്ഞു പോയതുമായിട്ടുള്ള ടൂത്ത് ബ്രഷസും, ബ്രോക്കൺ ബക്കറ്റ്സ്, പൊട്ടിപ്പോയ ബക്കറ്റുകൾ, ടോൺ ഷൂസ്, തഴഞ്ഞു പോയ അല്ലെങ്കിൽ കീറിയ ഷൂസൊക്കെ എന്ത് ചെയ്യായിരുന്നു? എറിയായിരുന്നു. ഇൻ ടു ദ സീ, കടലേക്ക് എറിയായിരുന്നു. വെൻ ദീസ് തിങ്സ് കെയിം അഷോർ, ഇത് തീരത്തടിയുമ്പോൾ ദ പീപ്പിൾ ഓഫ് ദി ഐലൻഡ് കളക്റ്റഡ് ദം, ആ ദ്വീപിലുള്ള ആൾക്കാർ അത് ശേഖരിക്കാറുണ്ടായിരുന്നു. ഓക്കെ, father comes alive. We can read this part. One day the fisherman was walking along the seashore. After the death of his father, it was for the first time he was going out. Oh, my father, how loving he was, he thought. Never can I see him again. Suddenly a flash of light fell on his eyes. Something shining was lying on the sand. He picked it up and looked at it. He had never seen such a thing before. He saw a face in it. He was scared. He threw it away, but after a while he walked towards it again. He picked it up and saw the face in it again. He had never seen his own face before. He thought it was his father's face. He was very happy. He thanked God for sending his father's picture. He smiled at the picture. What a surprise! It smiled back. നമുക്ക് ഈ ഭാഗം നോക്കാം. One day the fisherman was walking along the seashore. The fisherman was walking along the seashore. കടൽ തീരത്തുകൂടി, seashore അല്ലേ, കടൽ തീരത്തുകൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. After the death of his father, it was for the first time he was going out. After the death of his father, അച്ഛൻ മരിച്ചതിന് ശേഷം, it was for the first time he was going out. ആദ്യത്തെ തവണയായിരുന്നു പുറത്തു പോകുന്നത് അല്ലേ. ഓ മൈ ഫാദർ, ഹൗ ലവിങ് ഹി വാസ്, ഹി തോട്ട്. അദ്ദേഹം എന്ത് ചിന്തിച്ചു? ഓ മൈ ഫാദർ, എൻ്റെ ഫാദർ അല്ലേ, എത്ര ഹൗ ലവിങ് ഹി വാസ്, എത്ര സ്നേഹമുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് ഇയാൾ ചിന്തിച്ചു. നെവർ ക്യാൻ ഐ സീ ഹിം അഗെയിൻ, എനിക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു. സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്. പെട്ടെന്ന് സംഭവിച്ചു, എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു വെളിച്ചം അല്ലേ, പ്രകാശം എന്ത് ചെയ്തു? ഫെൽ ഓൺ ഹിസ് ഫേസ്, ഐസ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വന്ന് പതിച്ചു. സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്. അപ്പം അങ്ങോട്ട് തീരത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എന്തോ ഷൈനിങ്, എന്തോ ഇങ്ങനെ തിളങ്ങുന്ന എന്തോ വസ്തു കാണാൻ പറ്റിയില്ലേ, ലൈയിങ് ഓൺ ദ സാൻഡ്. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അത് എടുത്തു അല്ലേ, എന്ത് ചെയ്തു? എന്നിട്ട് ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അതിലേക്ക് നോക്കി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊരു വസ്തു കണ്ടിട്ടില്ലായിരുന്നു. He saw a face in it. What could he see there? He saw a face. അവിടെ ഒരു മുഖം കണ്ടു അല്ലേ. He was scared. He was feared. He was afraid അല്ലേ. He was scared. പേടിച്ചു പോയി. He threw it away. Threw, thrown. He threw it away. അത് എന്ത് ചെയ്തു? എറിഞ്ഞു കളഞ്ഞു. But after a while, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ he walked towards it again. വീണ്ടും അങ്ങോട്ട് നടന്നു ചെന്നു അല്ലേ. He picked it up and saw the face in it again. വീണ്ടും എടുത്തപ്പോൾ എന്ത് കണ്ടു? The face in it again. വീണ്ടും ആ ഒരു മുഖം കണ്ടു. He had never seen his own face before. The fisherman had not seen
ഹിസ് ഓൺ ഫേസ് ബിഫോർ. സ്വന്തം മുഖം ഒരിക്കലും കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. അത് അച്ഛൻ്റെ മുഖമാണെന്ന് ആര് കരുതി? ഈ ഫിഷർമാൻ കരുതി. ഹി വാസ് വെരി ഹാപ്പി. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നിയില്ല. ഹി വാസ് ഹാപ്പി. ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ ഹി താങ്ക്ഡ് ഗോഡ്. ദൈവത്തിന് നന്ദി പറഞ്ഞു അല്ലേ? അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിന് ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ. പിക്ചർ നോക്കി പുഞ്ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്. എത്ര അത്ഭുതം അല്ലേ? എന്ത് അത്ഭുതം. ഇറ്റ് സ്മൈൽഡ് ബാക്ക്. ആ ചിത്രം എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരിച്ചു സ്മൈൽ ചെയ്തു. He turned the mirror to see if his father was behind it, but he could not see anyone. Once more he turned it to his father. "Oh, my loving father," he spoke to his father. His father's lips moved, but he heard nothing. He became sad. He cried. His father too seemed to cry. He held the mirror close to his heart and went home. He turned the mirror to see if his father was behind it. If his father was behind it. ഈ ഫോട്ടോയുടെ മിററിൻ്റെ പുറകുവശത്ത് ഫാദർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കണ്ണാടി തിരിച്ചു പിടിച്ച് നോക്കിയില്ലേ? ബട്ട് ഹീ കുഡ് നോട്ട് സീ എനിവൺ. ഹീ കുഡ് നോട്ട് സീ എനിബഡി ദർ ബിഹൈൻഡ് ഇറ്റ്. പുറകിൽ ആരെയും കാണാൻ പറ്റിയില്ല. വൺസ് മോർ ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ്. വീണ്ടും എന്ത് ചെയ്തു? മുഖത്തേക്ക് തിരിച്ചു. അപ്പോഴോ ഓ മൈ ലവിങ് ഫാദർ. വീണ്ടും കാണാൻ പറ്റിയല്ലേ? ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ. ഫാദറോട് പറഞ്ഞു ഓ മൈ ലവിങ് ഫാദർ എന്ന് പറഞ്ഞു. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹാഡ് നത്തിങ്. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ്. ഫാദറിൻ്റെ ലിപ്സ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു, ചലിച്ചില്ലേ? പക്ഷെ എന്താണ്? ബട്ട് ഹി ഹേർഡ് നത്തിങ്. ഒന്നും കേട്ടില്ല. ഹി ബിക്കെയിം സാഡ്. അദ്ദേഹം വീണ്ടും ദുഃഖിതനായി. ഹി ക്രൈഡ്. കരഞ്ഞില്ല. ഹിസ് ഫാദർ ടു സീമിഡ് ടു ക്രൈ. അപ്പം അച്ഛനും കരയുമ്പോൾ തോന്നി. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെൻറ്റ് ഹോം. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഹി വെൻറ്റ് ഹോം. അദ്ദേഹം വീട്ടിലേക്ക് പോയി. The fight. Next part. The fisherman reached home and called his wife in excitement. "See who is there in it." He showed her mother. She looked eagerly into it. She saw the face of a woman in it. "Oh, my mother, she looks so young." She was thrilled. "Where did you get this thing from?" "Mother? Whose mother?" The fisherman turned the mirror towards his face. "It is my father." She grabbed the mirror from him and looked into it again. "Are you joking? It is my mother," she cried. She cried out. The man was annoyed and snatched the mirror. അപ്പോൾ ഈ ഭാഗം നോക്കാം. The fisherman reached home and called his wife in excitement. ആവേശത്തോടെ എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ആവേശത്തോടെ ഭാര്യയെ വിളിച്ചു അല്ലേ? "See who is there in it." ഇവിടെ ആരല്ലോ നോക്കൂ എന്ന് പറഞ്ഞു. He showed her the mirror. അദ്ദേഹം എന്ത് ചെയ്തു? കണ്ണാടി കാണിച്ചില്ലേ? ഷീ ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ്. വൈഫ് എന്ത് ചെയ്തു? ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ്. യു ക്യാൻ സീ ദ പിക്ചർ. നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും ഇവിടെ അല്ലേ? ഷീ ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ്. അതിലേക്ക് ആകാംക്ഷയോടെ നോക്കി. ഷീ സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. അവിടെ ആരെയാണ് കണ്ടത്? ഫേസ് ഓഫ് എ വുമൺ. ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു കണ്ടത് അല്ലേ? "ഓ മൈ മദർ, ഷീ ലുക്ക് സോ യങ്." ഷീ വാസ് ത്രിൽഡ്. അവർക്ക് സന്തോഷം തോന്നിയില്ല. എന്ത് പറഞ്ഞു? "ഓ മൈ മദർ, എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു അല്ലേ? ഷീ ലുക്ക് സോ യങ്." മദർ വളരെ ചെറുപ്പക്കാരിയാണെന്ന് അല്ലെങ്കിൽ യങ് ആണെന്ന് അവൾ പറഞ്ഞു. "Where did you get this thing from?" നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും അല്ലേ? "Where did you get this thing from?" "Mother? Whose mother?" "മദറോ? ഹൂസ് മദർ?" ആരുടെ മദർ? The fisherman turned the mirror towards his face. ഫിഷർമാൻ അത് പറഞ്ഞിട്ട് കണ്ണാടി വാങ്ങിയിട്ട് എന്ത് ചെയ്തു? He turned the mirror towards his face. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തിരിച്ചു. "It is my father. It is not your mother. It is my father." Fisherman said that it was his father. She grabbed the mirror from him and looked into it again. She grabbed അല്ലേ? പിടിച്ചെടുത്തു അല്ലേ? And mirror from him. അദ്ദേഹത്തിൽ നിന്നും ഫിഷർമാനിൽ നിന്നും ഭാര്യ എന്ത് ചെയ്തു? കണ്ണാടി പിടിച്ചെടുത്തു. And looked into it again. വീണ്ടും അതിലേക്ക് നോക്കി. അപ്പം എന്താണ്? "Are you joking? It is my mother." She cried out. "Are you joking?" നിങ്ങൾ തമാശ പറയുകയാണോ അല്ലേ? "It is my mother." ഇതാരാണ്? എൻ്റെ അമ്മയാണ്. She cried out. അവരിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. The man was annoyed and snatched the mirror. Man എന്ത് ചെയ്തു? The man was annoyed. Fisherman was annoyed. അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥനായി. And snatched the mirror. മിറർ തട്ടിപ്പറിച്ചെടുത്തു അല്ലേ? From her hands. Snatched the mirror from her hands. അവരുടെ കയ്യിൽ നിന്നും കണ്ണാടി പിടിച്ചെടുത്തു. He looked at it again to assure himself that it was his father. It was his father. "There is something wrong with you.
You are going crazy. I will never show you this again, he said. His wife tried to grab the mirror from him. The fisherman held on to it. They started battling for the mirror. The mirror fell down onto the floor and broke into pieces. They stopped fighting and looked at the pieces. The pieces reflected their images. Snatched from her hands. He looked at it again to assure himself that it was his father. അദ്ദേഹം വീണ്ടും അതിലേക്ക് നോക്കി. എന്തിനു വേണ്ടിയിട്ട്? ഉറപ്പിക്കാൻ വേണ്ടി. എന്തുറപ്പിക്കാൻ വേണ്ടിയിട്ട്? ഇറ്റ് വാസ് ഹിസ് ഫാദർ. അത് അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അതിലേക്ക് നോക്കി. ദർ ഈസ് സംതിങ് റോങ് വിത്ത് യു. യു ആർ ഗോയിങ് ക്രേസി. അല്ലേ? ദർ ഈസ് സംതിങ് റോങ് വിത്ത് യു. നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട്. യു ആർ ഗോയിങ് ക്രേസി. ഐ വിൽ നെവർ ഷോ യു ദിസ് അഗെയിൻ. ഞാൻ ഒരിക്കലും വീണ്ടും നിങ്ങളെ ഇത് കാണിക്കില്ല എന്ന് പറഞ്ഞു. ഈ ഫിഷർമാൻ പറഞ്ഞു. ഹി സെഡ്. His wife tried to grab the mirror from him. വൈഫ് എന്ത് ചെയ്തു? tried to grab the mirror from him. മിറർ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലേ? അദ്ദേഹത്തിൽ നിന്ന് മിറർ പിടിച്ചെടുക്കാൻ വേണ്ടി ആര് ശ്രമിച്ചു? വൈഫ് ശ്രമിച്ചു. ദ ഫിഷർമാൻ ഹെൽഡ് ഓൺ ടു ഇറ്റ്. ഫിഷർമാൻ അത് മുറുകെ പിടിച്ചു. അല്ലേ? ദേ സ്റ്റാർട്ടഡ് ബാറ്റ്ലിംഗ് ഫോർ ദ മിറർ. അവർക്ക് ഒരു മിററിന് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? ബാറ്റ്ലിംഗ്, ഇങ്ങനെ പോരാടാൻ തുടങ്ങി. ദ മിറർ ഫെൽ ഡൗൺ. മിറർ താഴെ വീണു. ഓൺ ദ ഫ്ലോർ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. അത് താഴെ വീണ് ഉടഞ്ഞുപോയി. അല്ലേ? കഷ്ണങ്ങളായിട്ട് ഉടഞ്ഞുപോയി. They stopped fighting and looked at the pieces. അവർ ഫൈറ്റിംഗ് നിർത്തിയിട്ട് they looked into the pieces. അപ്പോൾ എന്ത് കണ്ടു? The pieces reflected their images. പീസസിലൊക്കെ അവരുടെ ഇമേജസ് അവർക്ക് കാണാൻ പറ്റി. That is the end of the lesson. Okay, dear students. Thank you very much.